ഹർഷ, കഴിഞ്ഞ ദിവസം എം മണി നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. പക്ഷേ ഇപ്പോൾ എം മണി അത് തിരുത്തിയിരിക്കുകയാണ്. അപ്പോഴത്തെ വൈകാരികമായ ഒരു ഫീലിംഗിൽ പറഞ്ഞു പോയതാണ്, അത് ടങ് സ്ലിപ്പാണ് എന്നൊക്കെ പറഞ്ഞു. എം മണിയെ പോലെ ഒരാള് വീണ്ടും വന്ന് ക്ഷമാപണം നടത്തിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കനത്ത താക്കീതുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി കർശനമായ നിർദ്ദേശം എം മണിക്കും മറ്റ് നാക്കുപിഴ സംഭവിക്കാറുള്ള നേതാക്കൾക്കും നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അല്ലെ? അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു താക്കീത് നൽകാൻ എത്രത്തോളം മുഖ്യമന്ത്രിക്ക് അതിനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു അർഹതയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ നാക്കുപിഴ സംഭവിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് എന്നാണ് ഇത്രയും നാളത്തെ നമുക്ക് ആ ഒരു ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PR എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും വായിൽ നിന്ന് സ്വന്തമായി പറഞ്ഞാൽ അതെല്ലാം പൊട്ടത്തരത്തിലേക്ക് എത്തിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ. എന്ന് നമുക്കറിയാം. പരനാര പ്രയോഗമാണെങ്കിലും അത്തരത്തിൽ കടക്കുപുറത്ത് പോലെയുള്ള കുറെ ഒന്നിലധികം, ഒന്നോ രണ്ടോ എന്നല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രത്തോളം നാക്കുപിഴ സംഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ എം മണിയുടെ ഒരു വിഷയം വരികയാണെങ്കിൽ നമുക്കറിയാം, CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അവർക്ക് തോൽവി ഏറ്റുവാങ്ങുമ്പോൾ അല്ലെങ്കിൽ മാനസികമായി അതിന് തയ്യാറാകാതെ ആകുമ്പോൾ വാക്ചാതുര്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് CPM-ലെ പല നേതാക്കന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പറയുന്ന എം മണിയെ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വിജയരാഘവനെയും AK ബാലൻ പോലെയുള്ള കുറെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി വിളിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒന്നും പറയരുത്, പറഞ്ഞാൽ അത് നമ്മൾ തോൽവി ഏറ്റുവാങ്ങി അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം ലഭിച്ചില്ല, മാത്രമല്ല ഈ ഒരു തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്നും CPM-ന്റെ കയ്യിൽ നിന്നും ഇത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് എന്നുള്ളത്. CPM എന്ന് പറയുന്നത് പഠിക്കുന്ന പാർട്ടിയാണല്ലോ, അപ്പൊ അവരത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ആ ഒരു രീതിയിൽ. പിന്നെ ഈ CPM ഇപ്പോൾ ചേർത്ത് നിർത്തുന്ന ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങളിലൂടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ വിജയരാഘവൻ ആണെങ്കിൽ പോലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ വിജയരാഘവൻ, AK ബാലൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കയറിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ചാടരുത്, ഒരു അക്ഷരം പറയരുത്, അടി വരും, വീട്ടിൽ ഇന്നോവ കൊണ്ട് നിർത്തുമെന്ന് പറയുന്ന പോലെ ഇവരെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രം ഫർദർ ഡാമേജ് ഉണ്ടാകാതെ CPM-ന്റെ മുഖം രക്ഷിക്കാമെന്നേ ഉള്ളൂ. നമ്മൾ നിയമസഭയിൽ ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ട്. ശിവൻകുട്ടി ഇങ്ങനെ അടിക്കാൻ പോകുന്നു, പെട്ടെന്ന് മുഖ്യമന്ത്രി സമാധാനിപ്പിക്കുന്ന ഒരു രീതിയിൽ. അങ്ങനെ ഇടതുപക്ഷത്തില് ഇപ്പോ മന്ത്രിമാരായിക്കോട്ടെ, മറ്റു നേതാക്കളായിക്കോട്ടെ, പാർട്ടി ചുമതലയുള്ള ആൾക്കാരാണെങ്കിൽ പോലും മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കും, പേടി കാണും. അപ്പോൾ നമ്മൾ അറിയാത്ത മുഖങ്ങൾ പലർക്കും ഉണ്ടാകുമല്ലോ, അത്തരത്തിലൊരു പേടി ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത്, AK ബാലൻ, വിജയരാഘവൻ, അതുപോലെ M മണി പോലെയുള്ള ആൾക്കാർ കടിഞ്ഞാണില്ലാത്ത കുതിരകൾ എന്ന് വേണം പറയാൻ. അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും ബോധ്യമില്ല. ഇപ്പോൾ M മണിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, പക്ഷെ AK ബാലന്റെ കാര്യം ഞാനിങ്ങനെ ഈ ഡേറ്റ കളക്ട് ചെയ്യായിരുന്നു. ഒരു 8-10 സംഭവങ്ങളുണ്ട് AK ബാലൻ മാത്രം പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും നമുക്ക് എടുത്തു പറയാൻ പോലും പറ്റില്ല. അതുപോലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ വളരെ മോശം പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു കാര്യം മാത്രം പറയാം, പാർട്ടി പറയുന്നത് കുരയ്ക്കുന്ന നായയാണ് ഞാനെന്ന്. അതെനിക്ക് തോന്നുന്നു AK ബാലൻ മാത്രമല്ല, ബാക്കി നമ്മൾ ഈ പറഞ്ഞ 3 പേരും, 3-ൽ കവിഞ്ഞ് പോകുന്ന പല നേതാക്കളും ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. പാർട്ടി പറഞ്ഞു കൊടുക്കുന്നത് പുറത്തു വന്ന് കുരയ്ക്കുന്ന നായയായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇവർ സ്വയം വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ ജനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അവർ ജനങ്ങളുടെ മുന്നിൽ പോയി എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ളത് ചോദ്യചിഹ്നമാണ്. അല്ല, CPM-നെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു പറഞ്ഞ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം പല CPM നേതാക്കന്മാരും സ്വന്തം അഭിപ്രായം പോലും മനസ്സിലേക്ക് മറച്ചു വെച്ചുകൊണ്ട് പാർട്ടി എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ PM ശ്രീ പദ്ധതിയിലേക്ക് നമ്മൾ കണ്ടിരുന്നു. അവരുടെ അഭിപ്രായമല്ല ശിവൻകുട്ടി പറയുന്നുണ്ട്, ഒപ്പിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ, കേന്ദ്രം പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം വിഡ്ഢിത്തരമാണ് വിളിച്ച് പറയുന്നത് തെറ്റാണെന്ന് പോലും, അല്ലെങ്കിൽ അതൊന്നും സാധ്യമല്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. എന്തും പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് സംഭവിച്ചാലും CPM ചേർത്ത് നിർത്തും, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ CPM-ന്റെ തന്നെ ചില സൈബർ ഹാൻഡിലുകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന നേതാക്കന്മാർക്കുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയരാഘവൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ, അതായത് വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വിജയരാഘവൻ എന്ന പേരിന് പകരം വർഗീയ രാഘവൻ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ട്രോളുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിനെ ആണെങ്കിലും ആ ഒരു സംഘടനയോ അല്ലെങ്കിൽ ചില ആളുകളെയോ ഒക്കെ വർഗീയമായി അല്ലെങ്കിൽ തീവ്രവാദവുമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നതൊക്കെ. അതിനപ്പുറം CPM ചേർത്ത് നിർത്തുന്ന ഭൂരിഭാഗം ആളുകൾ, ഇപ്പം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് CPM എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഇത്തരത്തിൽ
മലപ്പുറത്തെ കുറിച്ച് പരാമർശിച്ച ചില വാക്കുകൾ, സ്ഥാനഭേദമന്യേ എല്ലാവരും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയത്ത് പിണറായി വിജയൻ ചെവിക്ക് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇനിയും പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള വാക്കുകളുമായി മുന്നോട്ട് വരുമായിരുന്നു, മാധ്യമങ്ങൾക്ക് ഒരു ചാകരം ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതെ, CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കോട്ടകളിൽ തന്നെ ചോർച്ചയുണ്ട്, നിങ്ങളിൽ നിന്നുള്ളവരാണ് നമുക്ക് ഈ വാർത്തകൾ ചോർത്തി തരുന്നത് എന്നുള്ളതാണ്. എം എം മണിക്ക് കർശന നിർദ്ദേശം, ഫോണിൽ വിളിച്ച് കർശന താക്കീത് നൽകിയെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. ഇതിനു മുൻപ് BJP-യുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ ആ ഒരു കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോ കേന്ദ്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ചെവിക്ക് പിടിച്ച് ഇനി ഇത്തരത്തിലുള്ള രീതിയിലൊന്നും നിൽക്കരുത്, കുറച്ച് നാൾ അടങ്ങി ഒതുങ്ങി നിൽക്കുക, ഇപ്പോഴൊന്നും പുറത്തു പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും എല്ലാ പ്രശ്നങ്ങളും ഒന്നും കേരളത്തിൽ കെട്ടടങ്ങിയപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എയർപോർട്ടിൽ പൊങ്ങുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാ പാർട്ടി, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി ഇത് പുറമെ നമ്മൾ കേൾക്കുന്നില്ല. ഇത്തരത്തിൽ അവർ പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുൻപിൽ എല്ലാ നേതാക്കന്മാരും വന്ന് പറയുന്നത് കൊണ്ടായിരിക്കണം. CPM-നും BJP-യൊക്കെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിനപ്പുറത്തേക്ക് മറ്റാരും ഒന്നും പറയാൻ പാടില്ല. എന്താണ് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് കോൺഗ്രസ്, അത് എല്ലാ കാലത്തും. എനിക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഞാൻ എല്ലാ കാലഘട്ടങ്ങളിലും അംഗീകരിച്ചിട്ടില്ല. അവർക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ 9 വർഷം CPM ഇടതുപക്ഷം ഭരിക്കാൻ കാരണം കോൺഗ്രസിന്റെ കുറെ പാളിച്ചകളാണ്. അത് എല്ലാ കാലത്തും ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും കോൺഗ്രസിനോട് ഒരു സ്നേഹം തോന്നിയിട്ടുള്ള, ഒരു റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതാണ്. വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അടിമകളാണെന്ന് പറയുന്ന ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും. ഒരാൾക്ക് വന്നിട്ട് നീ ഇനി ഇത് പറയരുത് എന്ന് പറയാൻ പറ്റില്ല. വർഗീയത പറയുന്നുണ്ടോ, വിഷം തുപ്പുന്നുണ്ടോ, അവിടെ എല്ലാം കടിഞ്ഞാൺ ഇടുന്നുണ്ട്. പക്ഷെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന തരത്തിൽ കോൺഗ്രസ് പോകുന്നില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ എം എം മണിയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസ്താവനയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു ഞങ്ങൾ തരുന്ന ക്ഷേമ പെൻഷൻ നല്ല അന്തസ്സായിട്ട് അത് വാങ്ങിയിട്ട് ഷാപ്പാടടിച്ചിട്ട് ഞങ്ങളെ തന്നെ തിരിഞ്ഞുകുത്തുന്ന ഒരു രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ഔദാര്യം തുറന്നു കാണിക്കുന്നത് പോലെ ഇത് തന്നെയാണ് എല്ലാ നേതാക്കന്മാരുടെയും ഉള്ളിലെ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ ഒരു രീതിയിൽ ജനങ്ങളെയൊക്കെ അവരുടെ കൈപ്പിടിയിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് ചെയ്തു തരുന്നതെല്ലാം ഞങ്ങളെ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ ഒരു കൂലിയായിട്ടാണ് സർക്കാർ നൽകുന്ന ഒരു ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ഓരോ പദ്ധതികളിലും അവരെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള കാലങ്ങളിലും BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും ഉന്നയിച്ചത്. നിങ്ങൾ കിറ്റ് കൊടുത്ത് വോട്ട് നേടാനുള്ള ഉദ്ദേശമാണോ എന്നാണ് പലരും ചോദിച്ചത്. അന്നല്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഒരു ഇലക്ഷനിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയാണ്. പക്ഷെ ആ ഒരു കാലയളവിൽ, ആ ഒരു സമയത്ത് എം എം മണിയെ പോലുള്ള ഒരു നേതാവ്, അദ്ദേഹം എപ്പോഴും MLA ആണല്ലോ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ് പറയുന്നത്, CPM-ന്റെ നാവ് എന്ന് തന്നെ പറയണം. അത് തെറ്റായ ഒരു പരാമർശമാണ്, നമ്മൾ ചൂണ്ടിക്കാട്ടി. ഇതുപോലെ ഇടതുപക്ഷത്തെ നേതാക്കളുടെ മറ്റൊരു വൃത്തികെട്ട പരാമർശമായിരുന്നു തീവ്രത പരാമർശം. ഈ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞ, സ്ത്രീപക്ഷ മുന്നണി എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, സ്ത്രീ പീഡന പരാതികൾ പുറത്തു വരുമ്പോൾ പരാതി കിട്ടിയിട്ടില്ലല്ലോ, പരാതി തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അത് ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇത്തവണ നല്ല ശക്തമായ ഒരു നടപടി എടുത്ത് മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. ഇപ്പോ ഈ തീവ്രത അളക്കുന്ന, അത് തീവ്രത കുറഞ്ഞ പീഡനമാണ്, മറ്റേത് തീവ്രത കൂടിയ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരുന്നു മുകേഷ് എന്ന് പറയുന്നത് തീവ്രത കുറഞ്ഞ പീഡനമാണ്. അതെ, ഇപ്പോൾ വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ തീവ്രത കൂടിയതോ കുറഞ്ഞതോ ആയോ ഒന്നുമില്ല. സ്ത്രീക്കെതിരെ അപമാനം ഉണ്ടായി, അതാണ് പരാതി. അതിൽ തീവ്രത അളക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ CPM നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി എത്ര പേരുടെ വായടപ്പിക്കും, എത്ര പേർക്ക് താക്കീത് നൽകും, ആരുടെയൊക്കെ വീട്ടിൽ ഇന്നോവ അയക്കുമെന്നൊന്നും നമുക്കറിയില്ല. എന്ത് തന്നെയായാലും CPM ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് മാറി നിന്നാൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കുറച്ചെങ്കിലും സീറ്റുകൾ പിടിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം.